ഭാരതവുമായുള്ള പ്രതിരോധ ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പീറ്റ് ഹെഗ്സേത്ത് ഇക്കാര്യം അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കാനിരിക്കുന്ന 10 വർഷത്തേക്കുള്ള പ്രതിരോധ ധാരണകളും ഇരുവരും ചർച്ചകൾ നടത്തിയതിൽ പെടുന്നു. ഭാരതം US നിന്ന് വാങ്ങാനിരിക്കുന്ന 6 P-81 സമുദ്ര നിരീക്ഷണ വിമാനങ്ങളുടെ കരാറിലും ചർച്ചകൾ നടന്നു. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഐസൺ, വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഭാരതവുമായുള്ള ആ വാണിജ്യ ഡെഫിസിറ്റ് പരിഹരിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രതിരോധ കരാറുകളാണ് ഭാരതവും അമേരിക്കയും തമ്മിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഭാരതം അടുത്ത 10 വർഷത്തേക്ക് വിശാലമായ പ്രതിരോധ ധാരണാ കരാറുകൾ ഒപ്പുവയ്ക്കാനുള്ള ഒരു നടപടിക്രമം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വൈകാതെ തന്നെ പൂർത്തിയാകുമെന്നാണ്, വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നത്. നിലവിലെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും അതുപോലെ തന്നെ ജാവലിൻ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് ഭാരതത്തിൽ നിർമ്മിക്കുന്നതും ആദ്യഘട്ടം ഭാരതം വാങ്ങുന്നതും ഉൾപ്പെടെയുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് വിശാലമായ പ്രതിരോധ ധാരണകളാണ് ഭാരതവുമായി നടപ്പാക്കാനിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ജെറ്റ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ കരാർ സംബന്ധിച്ചുള്ള നിരവധി ധാരണകൾ നിലവിലുണ്ടെങ്കിലും അത് സംബന്ധിച്ച് പൂർത്തീകരണങ്ങൾ ഇനിയും നടക്കാനുള്ളത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അധികം വൈകാതെ തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാകുകയും യാഥാർത്ഥ്യമാവുകയും ഈ ഡെലിവറി യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ പെൻഡിംഗ് ആയ, അതായത് നിലവിലുള്ള എല്ലാ കരാറുകളും അധികം വൈകാതെ ഏതാണ്ട് 1, 3, 4 മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സഹകരണം ഭാരതവും അമേരിക്കയുമായി പ്രതിരോധ രംഗത്തെ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് അറിയാനും സാധിക്കുന്നത്.